Good morning, all. Good morning. മോർണിംഗ്. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഖദീജ മാം ആണ്. മാം സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. വേറെ ആളായിരുന്നു ഇന്ന് ക്ലാസ് എടുക്കേണ്ടത്, ശരിക്കും ചന്ദ്രൻ മാം ആയിരുന്നു. അപ്പോ ഖദീജ മാം അങ്ങനെ ഏറ്റെടുത്തതായിരുന്നു പറഞ്ഞപ്പോൾ തന്നെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഖദീജ മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. താങ്ക് യു സജന മാം. ഗുഡ് മോർണിംഗ് ഓൾ. എന്താണ് എല്ലാവരുടെയും വിശേഷ? സുഖാണോ? യെസ്, നല്ല വിശേഷം. ഇന്ന് നമ്മുടെ 340ാമത്തെ ഡേ ആണല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് തന്ന വിംബിൾ ടീമിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്ന എല്ലാവരോടും എൻ്റെ സന്തോഷവും സ്നേഹമൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് കംഫർട്ട് സോൺ വേഴ്സസ് ഗ്രോത്ത് സോൺ എന്നുള്ളതാണ്. എന്താണ് ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്? ഫീലിംഗ് കംഫർട്ടബിൾ ഇൻ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ അതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. കൂടുതലായിട്ട് ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. കാരണം ഗ്രോത്ത് വരണമെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ചേഞ്ച് ചെയ്യുകയും എഫർട്ട് ഇടുകയും ഒക്കെ വേണമല്ലോ. റിമൈനിങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഓർ അറ്റ് ദാറ്റ് സ്റ്റേജ്. താങ്ക് യു സുസൻ മാം. നമുക്ക് ഈസി ആയിട്ടുള്ള നല്ല സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മിണ്ടാതെ ഒരു സ്ഥലത്ത് നിൽക്കുക അല്ലേ, ഇതാണ് ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ല, അതിൽ റിസ്ക് ഉണ്ടാവില്ല, മിസ്റ്റേക്ക് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ടെൻഷന് ഒന്നും ഉണ്ടാവില്ല. അവരുടെ ആ ഒരു ലൈഫും ആ ഒരു ഇതിൽ അങ്ങനെ പോവല്ലേ, അവിടെ ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. ഇതിന് നമ്മൾ ഫിയർ സോൺ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള പേടി ഉണ്ടാവും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഫെയിൽ ആവോ എന്നുള്ളൊരു പേടി ഉണ്ടാവും, ഞാനത് ചെയ്താൽ റെഡിയാവൂല എന്നുള്ള പേടി, അതേപോലെ തന്നെ അത് പിന്നീടേക്ക് മാറ്റി വെക്കുക, പിന്നെ നോക്കാം, നാളെ നോക്കാം എന്നൊക്കെ ഉള്ള ആ ഒരു തോട്ടിലോട്ട് പോവാം. ഇതൊക്കെ ഈ കംഫർട്ട് സോണിന്റെ ഉള്ളിലുള്ളതാണല്ലേ. അപ്പൊ ഈ ബ്രെയിനിനാണെങ്കിൽ ബ്രെയിനിനാണെങ്കിൽ ഡെയിലി നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലാണ് അത് അതിന്റെ കൂടെ വരിക അല്ലെ, റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ കംഫർട്ട് സോണിൽ നമ്മൾ പറയുന്നത് നോർമലി ഒരാള് ഉണരുന്നു, അത് ഈസിയാണ്, പക്ഷെ എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് അല്ലെ പ്രയാസം. അപ്പൊ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കംഫർട്ട് സോണിലുള്ള വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ കിടന്നിട്ട് കുറെ ആലോചിക്കും അല്ലെ, പാസ്റ്റ് ഫ്യൂച്ചർ, അതിനെ പറ്റിയിട്ട് കുറെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ചിന്തകളിലൂടെ സഞ്ചരിച്ച് അപ്പോഴായിരിക്കും ചിലപ്പോൾ ബെഡിലെടുത്ത് മൊബൈലൊക്കെ കാണുന്നുണ്ടാവുക, അതെടുത്ത് അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി നമ്മുടെ ടൈം, വാല്യുബിൾ ആയിട്ടുള്ള ടൈം ഒരുപാട് അങ്ങ് കൊല്ലുകയാണ് ആ ടൈമിന്. അപ്പൊ ഇത് ഈ കംഫർട്ട് സോണിന് അകത്തുള്ള കാര്യമാണ്. ഇത് ബ്രെയിനിന് ഇഷ്ടമാണ് നമ്മളിങ്ങനെ മടി പിടിച്ചിട്ട് വേറൊന്നും ഒരു കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യാതെ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെ മുന്നോട്ട് പോവുക. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ഒരു എഫേർട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അർത്ഥം ഒന്നും ഇല്ലാതെ ആ ഒരു ഡെയിലി റുട്ടീനിലോട്ട് ഇങ്ങനെ പോവല്ലേ. അപ്പൊ ചെയ്യുന്ന വർക്ക് മതി, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്ത് എപ്പോഴും എന്താണോ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് ഒരു ചേഞ്ചസും ഇല്ലാണ്ട് ആ ഒരു രീതിയിലേക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നതാണ് ഈ കംഫർട്ട് സോണിന് ഉള്ളിലുള്ളത്. അതാണ് ബ്രെയിനിന് ഇഷ്ടം. വേറെ ഒരു കാര്യവും അപ്പോഴീ ബ്രെയിന് സപ്പോർട്ട് ചെയ്യൂല. അപ്പൊ അതുപോലെ തന്നെ ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ചെറിയ ഒരു സർക്കിളിനുള്ളിൽ നമ്മൾ അവിടെ അങ്ങ് ഒതുങ്ങി പോവല്ലേ. അപ്പൊ അതിനെ നമുക്ക് ജയിലിനോട് ഉപമിക്കാം. എങ്ങനെയാണ് അത്? അവിടെ സുരക്ഷിതായിരിക്കും, പക്ഷെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവൂല. അതിന്റെ അകത്ത് തന്നെ ഒന്ന് ചെയ്യാൻ നമുക്ക് പറ്റൂല. എല്ലാ കാര്യങ്ങൾക്കും അവിടെ ബ്ലോക്ക് ആയിരിക്കും.
അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും അവർ ചിന്തിക്കുന്നത് ആ ഒരു സർക്കിളിന്റെ ഉള്ളിലായിരിക്കും. എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റൂല, ഇല്ലെങ്കിൽ അത് പിന്നീട് നോക്കാന്നുള്ളൊരു മനോഭാവത്തിലൂടെ ആയിരിക്കും അവരുടെ ചിന്ത കടന്നു പോകുന്നുണ്ടാവുക. അപ്പൊ അതിന് നമ്മൾ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോഴാണ് നമ്മൾ ഗ്രോത്തിലോട്ട് വരുന്നത്, അല്ലെ ഗ്രോത്ത് സോണിലോട്ട് വരുന്നത്. ഈ ഗ്രോത്ത് സോൺ എന്ന് പറഞ്ഞാൽ എന്താ, അതിനൊരു ലേണിംഗ് സോൺ എന്നും കൂടി മീനിങ് വരുന്നുണ്ട്. അപ്പൊ ആ ലേണിംഗ് സോണിൽ എത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് കിടക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് അതിന് പുറത്ത് കിടക്കാൻ പറ്റും? നമ്മൾ കോൺഷ്യസ് ആയിട്ട് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കണം. താങ്ക് യു മാം. ഒന്നാമത് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് റെഡിയാക്കുക എന്നുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തത് കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാർട്ടിങ് ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ് വരുന്നത്, ട്രൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ബ്രെയിന് നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പൊ അത് ഫസ്റ്റത്തെ ആ ട്രൈ എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിരിക്കും. ഒരു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ, അതെന്തായാലും ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഞാനിപ്പോ നാളെ മുതൽ 1 hour എക്സസൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചത് നാളെ മുതൽ ഞാൻ 1 hour ചെയ്യാണ്, അല്ലെങ്കിൽ റീഡിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിപ്പോ നാളെ അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ ടൈം കണ്ടെത്തുകയാണ്. ഇങ്ങനെ നമ്മൾ ആ ഒരു ചിന്ത വരുമ്പോഴാണ് ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക അല്ലേ. 1 മണിക്കൂർ എന്നൊക്കെ കേൾക്കുമ്പം തന്നെ 1 മണിക്കൂർ എക്സസൈസ് ഒക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു മടി അപ്പൊ തന്നെ നമ്മളെ മൈൻഡിൽ അവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പലരും നമ്മൾ പറയുന്നേക്കാറില്ലേ, ന്യൂ ഇയർ ആകുന്ന സമയത്തൊക്കെ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കും അല്ലെ. ഞാൻ നാളെ മുതൽ അങ്ങനെ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും, റീഡിങ് ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ടൈം കണ്ടെത്തുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് 1-2 ദിവസങ്ങൾ ചെയ്തിട്ട് പിന്നെ പഴയ പടിയിലേക്ക് പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്? ഫസ്റ്റ് തന്നെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലേ നമുക്ക് അതൊന്ന് സെറ്റായി വരാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ കുറച്ച് സമയം, ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ്, ഈ ഒരു ടൈം വെച്ചിട്ട് നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഞാൻ നാളെ 3 മിനിറ്റ് ഒരു എക്സസൈസ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് വായന, ഒരു പേജ് വായന, ഇങ്ങനൊക്കെ ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ 2 മിനിറ്റ് അല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് പോവുമല്ലോ, അല്ലെങ്കിൽ 3 മിനിറ്റ് പെട്ടെന്ന് പോവുമല്ലോ, ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിള് നമുക്ക് ഒഴിവായി കിട്ടും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ കംഫർട്ട് സോണിന് പുറത്ത് കിടക്കുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് അവിടെ മടി വരാറുണ്ടല്ലേ. അപ്പൊ ഇതെനിക്ക് ചെയ്യണം, ഞാനിത് ചെയ്തേ മതിയാവൂ, എനിക്ക് എന്തെങ്കിലും ഒരു ഗോളിലോട്ട് എത്തണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ അതിനെ സ്വയം ഫോഴ്സ് ചെയ്തിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ് അടുത്ത ചെയ്യേണ്ട കാര്യം. അത് ഫസ്റ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വലിയ ഒരു ഇതൊന്നും ഉണ്ടാവൂലല്ലേ. അപ്പൊ നമ്മൾ എന്താ, ആ ഒരു കയ്പിനെ രുചിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാന്നുള്ളതാണ്. അപ്പൊ അത് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞ പോലെ നമുക്കത് ശീലമാവുമ്പോൾ അത് റെഡി ആയിക്കോളും. അപ്പൊ ഇങ്ങനെ നമ്മൾ സ്വയം ഫോഴ്സ് ചെയ്തിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നത്. ഹാബിറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് എന്തായാലും നമ്മൾ സക്സസിലോട്ട് എത്തുമല്ലേ. അപ്പൊ ഫസ്റ്റ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, പോസ് ചെയ്യാം, നമ്മൾ നമ്മളെ തന്നെ പോസ് ചെയ്യാം, അതിൻ്റെ കൂടെ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നാളെ നോക്കാം, അല്ലെങ്കിൽ പിന്നീട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നേക്ക് മാറ്റി വെക്കാതെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ മുന്നിലുള്ള സമയങ്ങൾ കടന്നു പോവാണല്ലേ, ആ ഒരു സമയം തിരിച്ചു കിട്ടൂല. അപ്പൊ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള തോട്ട് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാന്നുള്ളതാണ്.
അപ്പൊ കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റൂല അല്ലെ. ഈ അതിന്ന് പുറത്ത് കിടന്നാലാണ്, നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പക്ഷി പറക്കണമെന്ന് അല്ലെങ്കിൽ അതിനെ പ്രാക്ടീസ് കിട്ടണമെങ്കിൽ ആ ഒരു കൂട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരിക്കലും അതിനൊരു പ്രാക്ടീസ് കിട്ടുന്നില്ല അല്ലെ. പിന്നെ പറക്കാനോ അല്ലെങ്കിൽ അതിന് ഒരു പുറലോകം കാണാനോ അതിന് ഒരിക്കലും ഒരു ചാൻസ് കിട്ടുന്നില്ല. അത് പഠിക്കുന്നില്ല, പറക്കാൻ വേണ്ടി പഠിക്കുന്നില്ല. പക്ഷെ അതിന്ന് പുറത്ത് വന്നിട്ട് ആ കൂട്ടിന്ന് പുറത്ത് വരുമ്പോഴാണ് ആ പക്ഷി പറക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ അതിന്ന് എപ്പോഴാണ് ആ ഒരു സോണിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്, അപ്പോഴാണ് നമുക്ക് നമ്മളേതായ ഓരോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ഇത് പല വ്യക്തികള്, നമ്മളെ കംഫർട്ട് സോൺ എന്ന് പറയുന്ന പല വ്യക്തികളാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ചെയ്യാറുണ്ടല്ലേ. ഇപ്പൊ ഒരു എക്സാമ്പിള്, മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ വേറൊരു കാര്യം കൂടെ വരുന്നുണ്ടല്ലേ. ഡോപ്പമിൻ എന്ന് പറയുന്ന നമ്മളെ ഹാപ്പി ഗുഡ് ഫീൽ ഹോർമോൺ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ തന്നെ അഡിക്റ്റ് ആയി പോവാറുണ്ട്. അപ്പൊ കൂടുതൽ സമയം നമ്മൾ അതിൽ ചെലവഴിക്കുമ്പോൾ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വരുന്നില്ല, അതിൽ പെട്ടുപോവാറുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളിൽ കുടുങ്ങിപ്പോവാറുണ്ട് അല്ലെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. നമുക്ക് നമ്മളേതായ ഒരു കാര്യങ്ങളും ഇല്ല, തീരുമാനങ്ങളില്ല, അഭിപ്രായങ്ങളില്ല, ഒരു കാര്യത്തിലോട്ട് ഒരു സ്റ്റെപ്പ് വെക്കൂല. എല്ലാ കാര്യങ്ങളും ആ വ്യക്തികളിൽ അഡിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിലോട്ട് പോകുന്നവരും ഉണ്ട്. അത് പല കാര്യങ്ങളാവാം ഓരോരാൾക്ക് ഈ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പലരും പറയുന്ന ആൾക്കാരുണ്ട്, നീയാണ് എൻ്റെ കംഫർട്ട് സോണ്, അല്ലെങ്കിൽ ഇയാളാണ് എൻ്റെ കംഫർട്ട് സോൺ എന്നൊക്കെ പറയാറുണ്ടല്ലേ. പക്ഷെ അവിടുന്ന് നമുക്ക് ഈ ചെലന്തിയൊക്കെ കുടുങ്ങിയിട്ടില്ലേ, ചെലന്തി വലയിൽ കുടുങ്ങിയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുക, പുറത്തോട്ട് കിടക്കാനും പറ്റൂല, നമുക്ക് നമ്മളേതായ ഒരു ആക്ഷൻസ് എടുക്കാനും മടിയായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താ, ഈ ഗ്രോത്ത് സോണിലോട്ട് എത്തിച്ചേരുക എന്നുള്ളതാണ്, ലേൺ ചെയ്യുക എന്നുള്ളതാണ്. ലേണിങ്ങിലൂടെ ആണ് നമുക്ക് ആ ഒരു സക്സസിന്റെ വാതില് തുറന്നു തരിക എന്ന് പറയൂ അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിന്റെ ഏറ്റവും നല്ലൊരു വേർഷൻ എന്ന് പറയുന്നത് ഈ ഗ്രോത്ത് സോണാണ്. കംഫർട്ട് സോണിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അവിടെ ആ സ്ഥിരമായിട്ട് എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതന്നെ ആ ഒരു റുട്ടീനിൽ തന്നെ നമ്മുടെ മുന്നോട്ട് പോവുകയേ ചെയ്യുള്ളൂ. പക്ഷെ കംഫർട്ട് സോണിൽ എത്തുന്ന സമയത്ത് നമ്മൾ റിസ്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും അല്ലെ. അതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫെയിൽ ആയാലും കുഴപ്പമില്ല, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇത് ഈ ഒരു ലേണിംഗ് സോണിൽ എത്തുന്ന സമയത്താണ് നമ്മുടെ ഫിയർ പോകുന്നത്. അപ്പൊ ഒരു എന്താ ഫെയിൽ ആവോ എന്നുള്ള ആ ഒരു പേടി പോകുമ്പോഴാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് വരും, കോൺഫിഡൻസ് വരും അല്ലെ. ഈ കോൺഫിഡൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെന്റാലിറ്റി നമുക്ക് വരും. അതുപോലെ തന്നെ എന്ത് എഫർട്ട് എടുക്കാൻ നമുക്ക് റെഡിയാവും, നമുക്കൊരു ഗോൾ ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ ഈ കംഫർട്ട് സോണിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെ സ്കില്ലൊന്നും വർക്ക് ആവൂല. കാരണം അവിടെ ആ ഒരു സുഖമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷെ അതിന്ന് ബ്രേക്ക് ചെയ്തിട്ട് പുറത്ത് വരുമ്പോഴാണ് നമുക്ക് ഈ സ്കില്ല് ഇമ്പ്രൂവ് ആവുന്നത്. അതുപോലെ തന്നെ കോൺഫിഡൻസ് കൂടുന്ന, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ ഒക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, കുറെ മുന്നൊക്കെ നമ്മളും കുറെ കംഫർട്ട് സോണിലൊക്കെ ആയിരുന്നു അല്ലെ. ഞാൻ എൻ്റെ കാര്യമൊക്കെ പറയുന്നതാണ് കേട്ടോ. കംഫർട്ട് സോണിൽ ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ അങ്ങ് പോയാൽ മതി എന്നുള്ള ഒരു ചിന്ത പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് ബെറ്റർ ആയിട്ട് ഇങ്ങനെ പോവാന്നുള്ളത്. പക്ഷെ പിന്നീട് നമുക്ക് ചില തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എന്തെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, മുന്നോട്ട് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോള്, ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വരണം അല്ലെ. ഫസ്റ്റ് അത് നല്ല റിസ്ക് ആയിരിക്കും, ഭയങ്കര മടിയായിരിക്കും, നമ്മൾ പിറകോട്ടൊക്കെ വലിക്കും. പക്ഷെ അതിനൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് നേടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നമ്മളെ ലൈഫിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ
നമ്മൾ ഈ ഗ്രോത്ത് സോണിലാണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇപ്പോഴും നമ്മൾ കംഫർട്ട് സോണിൽ തന്നെ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? ഗ്രോത്ത് സോണിലാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ ലേണിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. അതോ ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മളങ്ങ് സ്റ്റാഗ്നന്റ് ആയിട്ട് അങ്ങ് നിൽക്കുകയാണോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. താങ്ക് യു മാം. അതായത് നമ്മൾ യെസ്റ്റർഡേ എന്നുള്ള ആ ഒരു കഴിഞ്ഞ കാര്യത്തിൽ നിന്ന് ടുഡേ ഇതിലോട്ട് എത്തുമ്പോൾ എന്തെങ്കിലും നമുക്ക് പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെങ്കിലും നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ഗോളെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് സ്വയം വിശകലനം ചെയ്ത് നോക്കുക അല്ലേ? അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ തന്നെ ആണോ ഇരിക്കുന്ന? ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വന്നില്ലേ? ട്രൈ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ലൈഫിൽ? ഓരോ ദിവസം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ? പുതിയ ഗോൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മളെ ഡ്രീമിനനുസരിച്ചിട്ട് എന്തെങ്കിലും എഫേർട്ട് കുറച്ചെങ്കിലും നമ്മൾ എടുക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് അല്ലെ? അതുപോലെ തന്നെ മിസ്റ്റേക്ക് വന്നാലും പിന്നെയും ട്രൈ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ചിലരൊക്കെ കണ്ടിട്ടില്ലേ, ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇനി എന്നെ ഒന്നിനും പറ്റൂല, എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിലോട്ട് ഒതുങ്ങി പോകുന്നവരുണ്ടല്ലേ, പിന്നെയും കംഫർട്ട് സോണിലോട്ട് പോകുന്നവര്. പക്ഷെ വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കും. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞ വണ്ടി ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാലും നമ്മൾ ഫസ്റ്റ് ഒക്കെ വീഴുമല്ലേ, കുറേ പ്രാവശ്യം വീഴുകയൊക്കെ ചെയ്യും. പക്ഷെ ആ ഒരു ഫസ്റ്റ് വീഴ്ചയില് നമുക്ക് പഠിക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതിന്ന് ഒരു പിന്നെ നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലൈസൻസ് എടുക്കുക. അപ്പൊ അതിനേക്ക് നമുക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു വീഴ്ച നമുക്കൊരു പ്രശ്നേ അല്ല. പക്ഷെ വേണ്ട, ഇനി എനിക്ക് ഇത് പഠിക്കണ്ട, പേടിയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തോട് പേടി വരുമ്പോഴാണ് പിന്നെ നമ്മള് ആ ഒരു സുഖമുള്ള ഏരിയ ഉണ്ടല്ലേ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്, നമ്മളെ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളോ ഒക്കെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ എല്ലാ ഡ്രീമിനെയും ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു ശത്രു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റോട്ട് തന്നെ പിന്നെ നമ്മൾ ചേർന്നിട്ട് പോകും. പക്ഷെ വീണ് കഴിഞ്ഞാലും നമുക്ക് ഇനിയും പഠിക്കണം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതൊക്കെ ഈ ഒരു വീഴ്ചയൊക്കെ അല്ലെങ്കിൽ പരാജയമൊക്കെ നമ്മുടെ ആ ഒരു വിജയത്തിന്റെ മുന്നേ എന്തായാലും സംഭവിക്കുന്നതാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മളിൽ തന്നെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മിസ്റ്റേക്ക് വന്നാലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ സക്സസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പറ്റുക. ഒരു എഫേർട്ടും എടുക്കാതെ അല്ലെങ്കിൽ ഒരു റിസ്കും എടുക്കാതെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സക്സസിലോട്ട് എത്താൻ പറ്റൂല. റിസ്ക് ഒന്നും എടുക്കാത്തതാണ് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയാറുണ്ടല്ലേ? അപ്പൊ നമ്മൾ അതിന്ന് പുറത്ത് വരുന്നുണ്ടോ അല്ലെങ്കിൽ പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് നമ്മുടെ ലൈഫ് വെച്ചിട്ട് തന്നെ സ്വയം ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇന്നലേനേക്കാളും നമ്മൾ ഇന്ന് എന്തെങ്കിലും ബെറ്റർ ആയിട്ടുണ്ടോ, അല്ല നമ്മളെ ആ ഒരു ഡ്രീമിലോട്ട് ഒരു സ്റ്റെപ്പെങ്കിലും എടുത്തിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ, നമ്മുടെ ആ ഒരു പേടിയൊക്കെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ എന്നെ പറ്റി എന്താ വിചാരിക്കുക, അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടാൽ എങ്ങനെ ഫേസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോത്ത് സോണിലാണല്ലേ. ഈ ലേണിംഗ് സോണ് അത് ലേണിങ് ആ ഒരു ഇതിൽ പഠിച്ച് ആക്ഷൻ എടുത്ത് ലേണിങ് കഴിഞ്ഞ് പിന്നെ ആ ഒരു ഗ്രോത്ത് സോണിൽ എത്തുന്ന സമയത്ത് നമുക്ക് സക്സസ് ആണ് ഉണ്ടാവുക. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മളൊരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന, അപ്പൊ പേടി കാരണം നമ്മൾ പുറകോട്ട് നിൽക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നല്ല പേടിയായിരിക്കും അല്ലെ? അവിടെ എല്ലാവരും എന്താണ് വിചാരിക്കുക, അല്ലെങ്കിൽ എൻ്റെ തെറ്റിപ്പോവോ, എനിക്ക് പറയാൻ പറ്റുമോ, നമുക്ക് തീരെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ ഒക്കെ വരാറുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് പറ്റും, ട്രൈ ചെയ്ത് നോക്കാം എന്ന രീതിയിൽ നമ്മൾ അവിടെ ആക്ഷൻ എടുക്കുമ്പോഴാണ് നമുക്കത് പറ്റുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ആ ഒരു പിന്നെ ഇങ്ങനെയുള്ള പേടി മാറുക എന്നുള്ളതാണ്. കംഫർട്ട് സോണിൽ നിന്ന് ഇതിലേക്ക് ഗ്രോത്ത് സോണിലേക്ക് എത്തുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നത് നമ്മളെ ആ ഒരു പേടി മാറുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ ട്രൈ ചെയ്യുന്നു അല്ലെ? ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അവിടെ എന്തായാലും റിസൾട്ട് കിട്ടും.
ഫസ്റ്റ് നമ്മൾ കുറച്ച് ഫെയിൽ ആയാലും പിന്നെയും ചെയ്യുമ്പോൾ അത് നമുക്കൊരു ഹാബിറ്റ് ആവും. നമ്മുടെ ബ്രെയിന് നമ്മുടെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ പിന്നെ സക്സസ്സിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മള് പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യും അല്ലേ. ഇപ്പൊ എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിൽ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പൊ എപ്പോഴാണോ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി ചിന്തിക്കുന്നത്, പിന്നെ ആക്ഷൻ എടുക്കുന്നത്, പിന്നെ ആ ലേണിംഗ് പോയിന്റിലോട്ട് എത്തുന്നത്, അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഗ്രോത്ത് സോണിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മളൊക്കെ ഗ്രോത്ത് സോണിൽ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊക്കെ എന്താണ് ഇതിൽ ആഡ് ചെയ്യാനുള്ളത്? യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കംഫർട്ട് സോണിൽ ഇരിക്കുന്നതാണ് കംഫർട്ടബിൾ. അപ്പൊ പിന്നെ നമുക്ക് നമുക്ക് കൂടുതലായിട്ട് റിസ്ക് ഒന്നും എടുക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളെ അങ്ങനെ അങ്ങ് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പം പക്ഷേ ജസ്റ്റ് ലൈക്ക് യു സെഡ്, ഗ്രോത്ത് വേണമെങ്കിൽ തീർച്ചയായിട്ടും കംഫർട്ട് സോണിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് പുറത്ത് വരിക തന്നെ വേണം. അവിടെയാണ് ഗ്രോത്ത് ഇരിക്കുന്നത്. അപ്പം ജീവിതം തന്നെ നമുക്ക് പല സാഹചര്യങ്ങളും മുന്നിൽ കൊണ്ടുതരും. നമ്മൾ വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ പോലും ലൈഫ് ഗിവ്സ് യു മെനി ചാൻസസ്. പല സാഹചര്യങ്ങളും നമുക്ക് ഗ്രോത്തിലോട്ട് പോകാനായിട്ടുള്ള, അത് പഠിക്കാനാണെങ്കിലും പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള, പുതിയ ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും ഒക്കെയുള്ള സാഹചര്യം തരും. പക്ഷെ നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളത് ഇറ്റ് വിൽ ബി അവർ കോൺഷ്യസ് എഫേർട്ട് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളെ ഇതിൽ നിന്ന് പിൻവലിക്കാനായിട്ട് പലരും നമ്മുടെ ചുറ്റിലുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അത് ഐ വുഡ് ലൈക്ക് ടു ലേൺ ദിസ്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം, എനിക്ക് പുതിയ ഗോൾ സെറ്റ് ചെയ്ത് പുതിയ ഒരു ഗ്രോത്തിലേക്ക് എത്തണമെന്നൊക്കെ വിചാരിക്കുമ്പോഴായിരിക്കും നമ്മളെ പുറകോട്ട് വലിക്കാനായിട്ട് പലരും ഉണ്ടാവും. പറയും, ഓ ഇതൊന്നും ശരിയാകത്തില്ല, അത് വെറുതെ എന്തിനാ കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ ഇത് ചെയ്യുവാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കുണ്ടാവും. പക്ഷെ അതിനെ നമ്മൾ മറികടക്കണം. അല്ലാതെ അവർ പറഞ്ഞുകൊണ്ട് ശരിയാകത്തില്ലായിരിക്കും, എന്നാ പിന്നെ വേണ്ട എന്നുള്ള ഒരു തിങ്കിങ്ങിൽ നിൽക്കാതെ യു നീഡ് ടു ബ്രേക്ക് ദാറ്റ് ആസ് വെൽ. ഏതായാലും എനിക്കിത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ട്രൈ. ജസ്റ്റ് ലൈക്ക് യു സെഡ്, ബേബി സ്റ്റെപ്സ് എടുക്കുക, ചെറിയ സ്റ്റെപ്പ് എടുക്കുക, ചെറിയ ആക്ഷൻ തുടങ്ങുക. ആൻഡ് ദാറ്റ് ഈസ് ദ ഓൺലി വേ ദാറ്റ് വിൽ മൂവ് ഫോർവേഡ്. ആൻഡ് ഓഫ് കോഴ്സ് ദർ വിൽ ബി മിസ്റ്റേക്സ്. ആ മിസ്റ്റേക്സ് ഒക്കെ വന്നാൽ പോലും അതിനെ കുഴപ്പമില്ല, എന്താണ് അവിടെ പറ്റിയെന്ന് കണ്ടുപിടിച്ചിട്ട്, എന്താ മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് പഠിച്ചിട്ട് വി ഹാവ് ടു കീപ് ഗോയിങ്, ചേഞ്ച് തിങ്സ് ദാറ്റ് വി നീഡ് ടു ചേഞ്ച് ആൻഡ് കീപ് ഗോയിങ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഫ് യു കീപ് ട്രൈങ് ആൻഡ് യു വിൽ റീച്ച് സക്സസ്, അല്ലെങ്കിൽ നല്ല പ്രോഗ്രസ് നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോൺഫിഡൻസ് ഉണ്ടാവും. നല്ല ചേഞ്ചസും നല്ല ഒരു സക്സസും അല്ലെങ്കിൽ നല്ല ഒരു പ്രോഗ്രസ് അവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആവും. അത് ഏത് ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് പഠിക്കാനും അത് കൂടുതലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ എത്തുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നല്ലൊരു മെസ്സേജ് തന്നതിന് ഒത്തിരി നന്ദി. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് സർ. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. നമ്മളുടെ മൈൻഡ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പിടിച്ചൊരു കാര്യം തന്നെ കേട്ടോ. അതായത് നമ്മളുടെ ബോഡിക്ക് നമ്മുടെ മൈൻഡിനെ ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാനേ പറ്റുള്ളൂ. മൈൻഡിനാണ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യണത് നമ്മളെ മൈൻഡാണ്. അപ്പൊ അതിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്താണ് നമ്മളെ അതിനെ സെറ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അപ്പൊ തുടങ്ങി നമ്മൾ മുന്നിൽ നേരിടുന്നത് മുഴുവൻ ചലഞ്ചസ് ആയിരിക്കും. അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പോടുകൂടി വേണം നമുക്ക് ഓരോ ഇപ്പൊ ഞാൻ പറഞ്ഞ ഡ്രൈവിംഗ് ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാല്, ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം എന്ന് നമ്മളൊരു തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് അവിടെ ടാസ്കാണ് തുടങ്ങുന്നത്. ആ വീഴണം. അതൊരു പ്രോബ്ലമാണ്. അപ്പൊ അതിനെ വെല്ലുവിളിയായിട്ട് തന്നെ നമ്മൾ നേരിടുക. വീണാലും ഞാൻ പഠിക്കുക എന്നുള്ള ഒരു കോൺഫിഡൻസ് അവിടെ കൊണ്ടുവരിക. അങ്ങനെയുള്ളവര് ആണ് ഈ ലോകത്ത് സക്സസ് നേടിയിട്ടുള്ള മുഴുവൻ ആളുകളും. അല്ലാതെ സക്സസ് നേടി ഒറ്റയടിക്ക് അവിടെ എത്തിയിട്ടുള്ള ഒരാൾ ചരിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് ആരും വെളിപ്പെടുത്തുന്നില്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒറ്റയടിക്ക് ആ ഒരു സക്സസ് ആണ് നമ്മൾ കണ്ട് അവരെ അപ്രിസിയേറ്റ് ചെയ്യണത്. അപ്പോ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. നമ്മളെല്ലാവരും മൈൻഡ് സെറ്റ് ചെയ്ത് വെക്കുക, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. കംഫർട്ട് സ്റ്റേഷൻ എല്ലാവരും ബ്രേക്ക് ചെയ്യണം. ഓരോ ദിവസവും ബ്രേക്ക് ചെയ്തോ എന്ന് നമ്മൾ ഉറപ്പിക്കണം ഉറങ്ങുന്നതിന് മുമ്പ്. ശരിക്കും പറഞ്ഞു എനിവേ വളരെ നല്ല സെഷൻ. താങ്ക് യു മാം. താങ്ക് യു സർ. സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം ഇടയട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ചലഞ്ച് ഏറ്റെടുക്കണം എന്ന്. ഇപ്പൊ ചലഞ്ച് ആയാൽ അത് ഏറ്റെടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ ഏറ്റെടുക്കുമ്പോൾ തന്നെയാണ് നമുക്ക് സക്സസ് ഉണ്ടാവുന്നല്ലേ. ഫസ്റ്റ് ഒക്കെ നമ്മൾ എത്ര ഫെയിൽ ആയാലും. അപ്പൊ അതേപോലെ ഇപ്പൊ ചുറ്റുമുള്ളവർ, ഇപ്പം നേരത്തെ സൂസൻ മാം പറഞ്ഞില്ലേ, ചുറ്റുമുള്ളവർ പല വാക്കുകള് അവരുടെ പിന്നെ ആറ്റിറ്റ്യൂഡൊക്കെ നമ്മളെ പിറകോട്ട് വലിക്കുന്നുണ്ട്. അത് സത്യമാണ്. കാരണം നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് സ്ട്രോക്ക് ഉണ്ടാവും അല്ലെ, നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെയും പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാനും പ്രസന്റ് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ നെഗറ്റീവ് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ എന്താ ചെയ്യുക, അവിടുന്ന് പിൻവലിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒതുങ്ങി കൂടുന്ന ആ ഒരു ഇതിലോട്ട് പോവാറുണ്ട്. അപ്പൊ ഈ അതില് ബുദ്ധിമാന്മാരാണ് ചെയ്യുന്നത് എന്താണെന്നറിയോ, നമ്മളിപ്പോ മൊബൈലൊക്കെ സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്, നമ്മളെ ടൈം വെറുതെ പോകുന്നുണ്ട്. അവരെ ടൈം അതിനെ വാല്യുബിൾ ആക്കിയിട്ട് അവർക്ക് കുറെ റീച്ച് ഉണ്ടാക്കുക, അവരതിലൂടെ ക്യാഷ് ഉണ്ടാക്കുക. ഇപ്പൊ ഈ കംഫർട്ട് സോണിൽ നിൽക്കുമ്പം നമ്മളത് കണ്ടുകൊണ്ട്, ഇപ്പൊ മറ്റുള്ളവരുടെ റീൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സക്സസ് സ്റ്റോറി ആയിക്കോട്ടെ കണ്ടുകൊണ്ട് നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, അപ്പൊ അവരൊക്കെ എന്ത് ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അതിന്റെ ബാക്കിൽ കുറെ എഫേർട്ട് എടുക്കുന്നുണ്ടാവും. അപ്പൊ ഒരാളൊരു മൊമെന്റോ പിടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രോഫി പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ എന്തൊരു ലെക്കാണ്. നമ്മൾ അവിടെ ലെക്ക് എന്നുള്ളൊരു വേർഡ്സ് ആണ് കൊണ്ടുവരുന്നത് അല്ലെ. പക്ഷെ അതിന്റെ ബാക്കിൽ അയാളെടുത്ത എഫേർട്ട്, അതിന് വേണ്ടിയിട്ട് പിന്നെ പല കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതൊന്നും അവരറിയുന്നില്ല. അവർ ആ ഒരു പിക്ചർ വെച്ചിട്ടാണ് നമ്മളെ പിന്നെ ഇങ്ങനെ പറയുന്നത്, നമ്മളെ കണക്ക് കൂട്ടിച്ച് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മളെ ടൈമും കൊല്ലുന്നുണ്ട്. അപ്പൊ അവരൊക്കെ അതിലൂടെ ക്യാഷും ഉണ്ടാക്കുന്നുണ്ട്. റീൽസ് ഒക്കെ കണ്ടിട്ട് സ്ക്രോൾ ചെയ്ത് നമ്മൾ ഇങ്ങനെ പോവാണ്. പക്ഷെ ഈ കാണുന്നതിനനുസരിച്ചിട്ടോ ആ ബുദ്ധിയുള്ളവർ അവിടെ അത് എടുത്തു വെച്ചോണ്ടാണ് അവർക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുമ്പോൾ നമുക്ക് കുറെ ചലഞ്ചസ് ഉണ്ടാവും. അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് സക്സസിലോട്ടുള്ള വാതിൽ തുറക്കുന്നത് അല്ലേ. ഓക്കെ. ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നു എല്ലാവരും അല്ലേ. സജ്ന അവിടെ ഇല്ലേ? ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞല്ലേ, ഐ തിങ്ക് സോ. നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാലേ എന്നാ. ഓക്കെ. യെസ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ അല്ലേ. അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓൾ.